വെൽക്കം ടു ഇഷാൻ N Spices. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഡിഷ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെജിറ്റബിൾ യൂസ് ചെയ്ത് നമ്മൾ 3 വ്യത്യസ്തമായ ഡിഷസ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ കണ്ടന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു മധുരവും അതുപോലെ തന്നെ പുളിപ്പും അതുപോലെ നമ്മുടെ എരിവിലും എങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെയിൻ ഡിഷാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ കാണാം. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളരിക്കയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ വെള്ളരിക്ക മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മധുര പച്ചടി, ഒരു പച്ചടി, സാധാരണ ഒരു കിച്ചടി, ഇത്രയാണ് ചെയ്യാൻ പോകുന്നത്. സോ വെള്ളരിക്ക അതിനെ എഴുതിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചടിയും കിച്ചടിയും സെയിം ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. മധുര പച്ചടിക്ക് മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അല്പം വലിയ സൈസസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനുമുമ്പ് ഇതിൽ തന്നെയാണ് നമ്മൾ പച്ചടിയും കിച്ചടിയും ചെയ്യണത്. വളരെ കുറച്ച് എമൗണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ, ഒരു പച്ചമുളക്, 2-3 അല്ലി നമ്മളെ വെളുത്തുള്ളി, ഇപ്പോൾ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയും കൂടെ ഇതൊന്ന് അരച്ചെടുക്കണം. മധുര പച്ചടിക്ക് അതുപോലെ തന്നെ അല്പം വലിയ പീസസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. പച്ചടിയുടെയും കിച്ചടിയുടെയും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് ചേർത്ത് കഴിഞ്ഞാൽ കിച്ചടിയും തൈര് ചേർത്തില്ലെങ്കിൽ അത് പച്ചടിയുമാണ്. മധുര പച്ചടിക്ക് കളറിന് കരുതിയിട്ട് അതിൻ്റെ കൂടെ അല്പം മഞ്ഞയും കൂടെ ചേർത്തിട്ട് വേവിക്കും. അത് ചെയ്യുമ്പോഴത്തേക്ക് കാണിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. ചേരുവകളെല്ലാം ഇത്രയാണ്, വളരെ സിമ്പിൾ മാത്രം. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കണം. അത്യാവശ്യത്തിനൊന്ന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഓൾമോസ്റ്റ് സെയിം ചേരുവകളാണ് നമ്മൾ സദ്യയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാത്തിനും. ഇപ്പോൾ പച്ചടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ കടുക് ഇട്ട് അരയ്ക്കേണ്ടി വരും ആ ചമ്മന്തിയിൽ. പക്ഷേ നമ്മളിപ്പോൾ പച്ചടിക്കും കിച്ചടിക്കും ഒരുമിച്ച് ചെയ്യണത് കാരണം നമ്മൾ കടുക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിനെ പച്ചടിക്കും കിച്ചടിക്കും ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ മധുര പച്ചടിക്ക് സെപ്പറേറ്റ് ആയിട്ടും ഇതിന് സെപ്പറേറ്റ് ആയിട്ടും സെയിം ചേരുവേനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പകുതിയോളം എടുക്കുന്നുണ്ട്. നല്ലൊരു ചെറിയ എമൗണ്ട് മാത്രം കടുക് ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പച്ചടിക്ക്, നമ്മുടെ വെള്ളരിക്ക പച്ചടിക്ക്. മധുര പച്ചടിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ പച്ചടിക്കും കിച്ചടിക്കും ഒരുമിച്ചും അതുപോലെ തന്നെ മധുര പച്ചടിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മധുര പച്ചടിക്ക് അല്പം മഞ്ഞൾ ഇട്ടാണ് വേവിച്ചിട്ടുള്ളത്. ആ മഞ്ഞ കളർ കിട്ടാൻ കരുതിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കടുകിട്ട് ചേർത്ത് വെച്ചിരുന്ന ആ ചേരുവ ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണുണ്ട്. നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി. ഇതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിച്ചടിക്ക് തൈരും കൂടെ ആഡ് ചെയ്ത് വയ്ക്കും. ഇതിവിടെ മധുര പച്ചടി മധുരിക്കാൻ കരുതിയിട്ട് ഞാനൊരു 2 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പൈനാപ്പിളിലാണ് നമ്മൾ ഈ മധുര പച്ചടി ചെയ്യുകയാണെങ്കിൽ ഈ 2 സ്പൂൺ എന്നുള്ളത് അത്രത്തോളം ആവശ്യമില്ല. ഒരു 1/2 സ്പൂണൊക്കെ മതിയാവും നമ്മുടെ പൈനാപ്പിളിൻ്റെ സ്വീറ്റിൻ്റെ അനുസരിച്ച്.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയും ഉള്ളിയും ആ സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് അങ്ങനെ തിളയ്ക്കണമെന്നില്ല. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിവിടെ പച്ചടിക്കും കിച്ചടിക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് കിച്ചടിക്ക് ആവശ്യമുള്ള തൈര് അല്പം ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ താളിച്ചൊഴിക്കുന്നത് മാത്രം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താളിക്കുന്നതിന് നോർമലി നമ്മൾ കടുക് പൊട്ടിച്ച് അതിലുള്ളി കറിവേപ്പില അങ്ങനെയൊക്കെ ഇട്ട് ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് താളിച്ചങ്ങ് ഒഴിക്കുക. അപ്പോഴത്തേക്ക് സമയവും ലാഭം, നമുക്ക് എളുപ്പത്തിൽ റെസിപ്പി ചെയ്ത് തീർക്കാനും പറ്റും. സെപ്പറേറ്റ് ആയിട്ട് താളിക്കണം അങ്ങനെയൊന്നുമില്ല. സോ ഇവിടെ നമ്മുടെ 3 റെസിപ്പിയും തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് വന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഓൺ ഇഷാൻ N Spices.